ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. ബിജെപിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവാദം ഒഴിവാക്കാനാണ് താമരയുടെ പേര് നൽകാതിരുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ CPM ഇടപെടലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി അംഗീകരിക്കില്ലെന്നും തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ പറഞ്ഞു. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ കുട്ടികളുടെ മനസ്സിൽ നിർമ്മലമായ ഹൃദയമുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കലോത്സവത്തിൽ പോലും അവരുടെ ഈ ബാലിശമായിട്ടുള്ള നിലപാട്, അവരുടെ ഭയം, അതായത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ, ആ താമരയുടെ പേര് പോലും ഒരു സ്റ്റേജിന് ഇടാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM-ഉം ഇവിടുത്തെ സർക്കാരും മാറുകയാണ്. അപ്പൊ ഇവരോട് ഞങ്ങൾ ചോദിക്കാറുള്ളത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാണ്. കൈകൊണ്ട് ഇനി ചോറുണ്ണാൻ കഴിയാത്ത സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. കൈകൊണ്ട് അവർക്ക് ചോറുണ്ണാൻ കഴിയില്ല എന്നവർ പറയുന്നില്ലല്ലോ. അപ്പൊ താമരയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ BJP അവർ ഭയപ്പെടുകയാണ്. ഇത് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സംശയമില്ല. യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം, അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇവിടുത്തെ മന്ത്രിമാർ എന്തൊരു നാണംകെട്ട സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു സംസ്കാരമില്ലാത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കാരണം BJPയുടെ ചിഹ്നമാണ് താമര എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ 25 പുഷ്പങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ, അതായത് 25 സ്റ്റേജുകൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ താമര വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു നിലപാടാണ്. കാരണം ദേശീയമായിട്ടുള്ള എല്ലാത്തിനെയും അവർ ഭയപ്പെടുന്നു, അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവര് തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരംതാണ സമീപനം നടത്തുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള വില ഇവർക്ക് കൊടുക്കേണ്ടി വരും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. തൃശൂർ സിറ്റി അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബും ഫേസ്ബുക്കിൽ പ്രതിഷേധക്കുറിപ്പിട്ടു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ 25 വേദികൾക്കും ഇക്കുറി പുഷ്പങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. സൂര്യകാന്തി മുതൽ കണ്ണാന്തളി വരെയുള്ള പുഷ്പങ്ങൾ വേദികളുടെ പേരായി വരുമ്പോൾ ദേശീയ പുഷ്പമായ താമരയെ സംഘാടകർ ഒഴിവാക്കിയതിനെതിരെ CPM-ന്റെ തീരുമാനപ്രകാരമാണ് ദേശീയ പുഷ്പത്തെ പോലും അവഗണിച്ചതെന്ന് BJP ആരോപിക്കുന്നു. ഇതിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം. മീഡിയ ടൈം, തൃശൂർ.